ഹലോ. ഞാൻ സാധാരണ ബ്രഞ്ചായിട്ടാണ് കഴിക്കാറ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും. ഇന്ന് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ജസ്റ്റ് അണിയൻ ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, ഉപ്പും കുരുമുളകും, പിന്നെ മുട്ടയും. ജസ്റ്റ് വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. നോക്കിയപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. വേറെ ക്യാപ്സിക്കോ അങ്ങനെ ഐറ്റംസ് ഒന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എഗ്ഗിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എഗ്ഗ് പൊട്ടിച്ചിട്ടു. ഇനി നമുക്കതൊന്ന് ചിക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇടാം. ഫ്ലെയിം എന്നിട്ട് എനിക്ക് കുറച്ച് കുരുമുളക് കൂടുതലാണ് കേട്ടോ, കാരണം ഞാൻ കുറച്ച് എരിവിൻ്റെ ആളാണ്. ഇത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. ചോറ് വെച്ചിട്ട് കുറേ നേരമായപ്പോൾ 2 കാഷ്യൂസ് കഴിക്കാമെന്ന് വെച്ചു. പക്ഷെ എന്നിട്ട് കണ്ണു കാണുന്നില്ലേ. മുട്ട ചിക്ക് ചെയ്ത് ആ സെയിം പാൻ തന്നെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അണിയനും ചില്ലീസും ഇട്ടിട്ട് ഒന്ന് ഇടയ്ക്കെടുക്കാം. കാരണം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അത്യാവശ്യം ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം. വഴറ്റി മീൻസ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഫ്ലെയിം ഞാൻ ലേശം കൂട്ടി, കാരണം ചെറുതായിട്ട് വെച്ചിട്ട് അതേപോലെ ഇരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ടെസ്റ്റ് ചെയ്തിട്ടേ ഇടാവുള്ളേ. റൈസിൽ വേവിക്കുമ്പോൾ ഉപ്പുണ്ട്, മുട്ടയിൽ ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടുക. എൻ്റെ അതിലൊക്കെ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ പെപ്പറും. ഞാനായതുകൊണ്ടാണോ എന്നറിയില്ല, എണ്ണ നല്ലപോലെ ഒഴിച്ചാലും അത് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ഒഴിച്ചു, അല്ലെങ്കിൽ എൻ്റെ അടിവശം കരിഞ്ഞു പിടിക്കും. ഉപ്പ് ഇട്ടു. ഒന്ന് ബ്രൗണിഷായി വന്നതിന് ശേഷം നമുക്ക് പെപ്പർ ഇടാം. പിന്നെ ഇത് എൻ്റെ കയ്യിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ശരിക്കും പറയാതെ നിങ്ങൾ പറയായിരിക്കും ഇത് ഫ്രൈഡ് റൈസ് ഒന്നും അല്ല. പക്ഷെ ഒക്കെ വിശന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അപ്പം അത്രയും ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിലും ഉള്ളത് വെച്ച് ഓണം പോലെ എന്നാണല്ലോ. നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് എരിവ് അത്യാവശ്യം ഇഷ്ടമാണ്, അപ്പം ഞാൻ എരിവ് കുറച്ച് കൂടുതലാണ് എല്ലാം ആഡ് ചെയ്യുന്നത്. എല്ലാം എന്ന് വെച്ചാൽ പെപ്പർ മാത്രം. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യട്ടോ. ഇതിലേക്ക് നമ്മൾ ചിക്കി വെച്ച മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. റൈസ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എഗ് റൈസ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലിട് കേട്ടോ. ഇതാണ് എൻ്റെ ഫ്രൈഡ് റൈസ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.